ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ തായ്ലാൻഡ് ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ചത് ഐക്കോൺ സിയോൺ മോളുടെ അടുത്തുള്ളൊരു ഹോട്ടലാണ്, ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് 7-Eleven ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു കൺവീനിയൻസ് ആയിരുന്നു, ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും കേട്ടോ. ഞങ്ങളിപ്പോൾ എല്ലാവരും റെഡിയായിട്ട് കാലത്ത് തന്നെ ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡബ്ല്യു സ്റ്റേഷനിലാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഇത് സാധാരണ എല്ലാവരും എടുക്കുന്ന സ്ഥലത്തല്ല, കുറച്ച് ഞങ്ങൾ ഐക്കോൺ സിയോൺ മോളുടെ അടുത്തായിട്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ കൺവീനിയൻ്റ് ആയിരിക്കും, മോളിലേക്ക് പോകാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഒരു ഷിപ്പ് പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ബോട്ടിൽ കൂടെ പോയി വേറെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് നല്ലത്. ബാങ്കോക്ക് ഭയങ്കരമായിട്ട് തിരക്കില്ല, ട്രാഫിക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതായത് സൈക്കിളിലൊക്കെ ആയിട്ട് ആൾക്കാർ ഡേ ടൂറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയത് വാട്ട് ഫോ എന്ന് പറഞ്ഞ ഒരു ടെമ്പിളാണ്. വാട്ട് എന്ന് പറഞ്ഞ ടെമ്പിളാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഗൈഡഡ് ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ബേസിക് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഗൈഡായിരുന്നു കേട്ടോ. ആൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും പറഞ്ഞു തരുന്ന രീതിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം, പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഒരു 8:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തിരക്ക് തീരെ ഉണ്ടായില്ല. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഒരു നമ്മുടെ ഇപ്പോൾ കല്യാണമൊക്കെ നടക്കുന്ന പോലെ ഇവരുടെ ഒരു ഗ്രാൻഡ് ഫങ്ഷനാണ്, ബുദ്ധിസം സ്വീകരിക്കുന്ന ഒരു ഫങ്ഷന്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കില്ല, അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ ടെമ്പിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷമായി. നമുക്ക് അങ്ങനത്തെ ഒരു കസ്റ്റമറുടെ കാണാൻ പറ്റിയല്ലോ, അതിൻ്റെ നല്ല ഒരു രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പെയിൻറ്റിങ്സൊക്കെ കണ്ടോ, അതൊക്കെ നല്ല പഴയ പെയിൻറ്റിങ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് ആൾ കുറേ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. നമ്മളിങ്ങനെ കുറേ വിചാരിക്കും വീഡിയോസിന് മതി കാണുന്നു, പക്ഷെ ഓരോന്ന് നമ്മൾ കാണുമ്പോൾ വീഡിയോ എടുത്തു പോകുന്ന ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ എടുത്തു പോകും, അത്ര ഭംഗിയായിരുന്നു. ഇതാണ് ഈ ടെമ്പിളിലെ ഏറ്റവും വലിയ വിശേഷത, നമ്മുടെ സ്ലീപ്പിംഗ് ബുദ്ധ. ഭയങ്കര വലുപ്പമാണ് കേട്ടോ, നമുക്കൊരു ഫ്രെയിമിൽ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളിങ്ങനെ ഗൈഡ് എടുത്ത കാരണം ആൾ പറഞ്ഞു തന്നു ഏത് പൊസിഷനിൽ നിന്നാലാണ് ശരിക്കും കാണാൻ പറ്റുക, എവിടെ നിന്നാണ് നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതെന്നൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ വോൾമത്തെ പെയിൻറ്റിങ് ആയാലും അത് ഓരോ വേറെ സ്ഥലത്ത് ഇങ്ങനെ ലൈഫ് ഹിസ്റ്ററി ഓരോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു കേട്ടോ ആൾ, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം, ആൾ എടുത്തു തന്നതാണ്, നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാല് കണ്ടോ, കാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാലിൻ്റെ ബാക്ക് ഭാഗമായിട്ട് അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, സ്ലീപ്പിംഗ് ബുദ്ധയുടെ കാലിൻ്റെ ബാക്ക് ഭാഗമായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ ഫിംഗറിൻ്റെ നമ്മുടെ ഇങ്ങനെ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ റൗണ്ട്സ് ഉണ്ടാവില്ലേ ഫിംഗറിൻ്റെ അടിയിൽ, അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 11 o'clock ആകുമ്പോഴേക്കും വേറെ ഗ്രാൻഡ് പാലസിൻ്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ തന്നെ. ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ടൈം മതിയായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് ഈ വാട്ട് ഫോർഡിന് നടന്ന് പോയാൽ മതി. അവിടെ ടുക്ടുക്കൊക്കെ കുറേ പേര് വന്ന് ചോദിക്കുന്നതൊന്ന് എടുക്കണോ എന്നുള്ളത്.
പക്ഷേ ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾക്ക് ഇത് നടന്ന് പോയാൽ മതി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ ഗൈഡും പറഞ്ഞു. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. എന്ത് ഭംഗിയുള്ള ഇതായിരുന്നു ഓരോ ഫ്ലവേഴ്സൊക്കെ. എന്നിട്ട് ഞങ്ങളത് കയറിയപ്പോൾ നമ്മൾ അന്തം വിട്ട് പോയി. നല്ല തിരക്കായിരുന്നു. 11 മണിയായല്ലോ സെക്കൻഡ് പ്ലേസിലെത്തിയപ്പോൾ. അപ്പോഴേക്ക് നല്ല തിരക്കായിരുന്നു. കാണാൻ നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ എമറാൾഡ് ബുദ്ധ ഉള്ളത്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ടെമ്പിളിൻ്റെ പുറത്തൊക്കെ നമുക്ക് നടക്കാം. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഗ്രാൻഡ് പാലസിനുള്ളിൽ തന്നെയാണ് എമറാൾഡ് ബുദ്ധ ഉള്ളത്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാലസിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഗ്രാൻഡ് പാലസിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാൻ നമുക്ക് നല്ല ഭംഗിയാട്ടോ. നല്ല വ്യൂയിങ് പോയിൻ്റായിരുന്നു. അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ MBK മോളിലേക്കാണ് പോയത്. അവിടെ കുറേ സൊവീനിയേഴ്സിൻ്റെ ഷോപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കമ്പയർഡ് ടു ഫുക്കറ്റ് നമ്മൾ കുറേ സൊവീനിയേഴ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോളിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല റേറ്റായിരുന്നു. പിന്നെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നമുക്ക് ആകെ കൺഫ്യൂഷനാവും എന്താ വാങ്ങിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങേണ്ടതെന്ന്. അവിടെ കുറച്ച് നേരമൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.